നമസ്കാരം. ധനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 നടന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? പ്രസ്താവന 1, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. തെറ്റായ ബന്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മൂന്നാമത്തതാണ് തെറ്റായ ബന്ധം. വാഗ്ഭടാനന്ദൻ സമത്വ സമാജം തെറ്റായ പ്രസ്താവനയാണ്. വാഗ്ഭടാനന്ദൻ്റെ കൃതി ഏതാണ്? ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദത് ആത്മവിദ്യാ സംഘമാണ്. സമത്വ സമാജം ആരുടെയാണ്? സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. വാഗ്ഭടാനന്ദത് ആത്മവിദ്യാ സംഘം. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിഭായ് ആണ്. 2, ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷാ ആണ്. 3, കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണ്. തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2, 3, 4 എന്ന ക്രമത്തിലാണ് വരേണ്ടത്. ശരിയായ ക്രമം ദണ്ഡി മാർച്ച്, സൈമൺ കമ്മീഷൻ, ഗാന്ധി ഇർവിൻ ഉടമ്പടി ശരിയായ ക്രമം ആയിരുന്നു. നെക്സ്റ്റ്, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ റൂസോ. റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. സോഷ്യൽ കോൺട്രാക്ട് രചയിതാവ് റൂസോ. താഴെ പറയുന്നവയിൽ സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2ാമത്തെ മാത്രമാണ് ബാധകം അല്ലാത്തത്. സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ആരാണ്? സമഗ്രാധിപത്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 6, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന അവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. മികച്ച ശരിയായ പ്രസ്താവന നമുക്ക് വായിച്ചു നോക്കാം. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. ഓക്കെ, മറ്റൊന്നുകൂടി, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പയാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പെ. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. ഈ 2 പോയിന്റ്സും മനസ്സിൽ വെച്ചേക്കുക. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങളെക്കുറിച്ച് 2 പോയിന്റ്സ് നമുക്ക് പഠിച്ചു വയ്ക്കാം. 1, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ്. പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ്. ഏതിനെ തമ്മിലാണ്? കറക്റ്റ് ആൻസർ ഇല്ല നമുക്ക്. വയനാട് ജില്ല അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. വയനാട് ജില്ല അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനമുണ്ട്. ഏതൊക്കെയാണത്? ഏക ജില്ലയാണ്, വയനാട് ജില്ല മാത്രമാണ്. തമിഴ്നാടും കർണാടകവും അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ്. തമിഴ്നാട്, കർണാടക. തമിഴ്നാടും കർണാടകയും മായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്.
ഇതിൽ നമുക്ക് പാലക്കാട് ജില്ല കറക്റ്റ് ആൻസർ ഇല്ല. ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കാം. വയനാട് ജില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെയും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ഒരു ജില്ല അത് മാത്രമേ ഉള്ളൂ. വയനാട് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്നു. അടുത്തത് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ആൻസർ രാജസ്ഥാൻ. ഇനി ക്വസ്റ്റ്യൻസ് ആൻസറിലേക്ക് വേഗം പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ബൈതർണി. പമ്പാ നദിയുടെ പതനസ്ഥാനം എന്താണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ്. വേമ്പനാട്ടുകായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി. തെർമോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി. പർവേസ് മുഷറഫ് ഏതു രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു പർവേസ് മുഷറഫ്. പാകിസ്ഥാന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു പർവേസ് മുഷറഫ്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഇവിടെ ഭൂപരിഷ്കരണം. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്വകാര്യവൽക്കരണം, ആരോഗ്യവൽക്കരണം, ഉദാരവൽക്കരണം. സ്വകാര്യവൽക്കരണം, ആരോഗ്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ 3 പോയിന്റ്സുകൾ ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നവയാണ്. സ്വകാര്യവൽക്കരണം, ആരോഗ്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ 3 പോയിന്റ്സുകൾ എന്തുമായി ബന്ധപ്പെടുത്തി ഓർക്കുക? ഇന്ത്യയിലെ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടുന്നവയാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ പെടുന്നവയാണ് 3 സ്വകാര്യവൽക്കരണം, ആരോഗ്യവൽക്കരണം, ഉദാരവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിന് പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചിലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. പ്രതിരോധം 8% ചിലവ്. പ്രതിരോധ വകുപ്പിന് 8% ചിലവ്. സബ്സിഡികൾ 7%. പെൻഷനുകൾ 4%. പലിശ തിരിച്ചടവ് 20%. പ്രതിരോധം 8%, സബ്സിഡികൾ 7%, പെൻഷനുകൾ 4%, പലിശ തിരിച്ചടവ് 20%. 2023-24 കേന്ദ്ര ബജറ്റ് പ്രകാരമുള്ള സർക്കാർ ചിലവാണ് പറഞ്ഞേക്കുന്നത്. പ്രതിരോധത്തിന് എത്രയാണ്, സബ്സിഡിക്ക് എത്രയാണ്, പെൻഷൻ എത്രയാണ്, പലിശ തിരിച്ചടവ് എത്ര ചിലവുണ്ടാക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത് കണക്കുകൾ. അടുത്തത്. ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 1935 സ്ഥാപിതമായി RBI. 1935 സ്ഥാപിതമായി RBI. 1949 ദേശസാൽക്കരിച്ചു. ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. ഭാരത റിസർവ് ബാങ്ക് RBI 1935 സ്ഥാപിതമായി. 1949 ദേശസാൽക്കരിച്ചു. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. അഭ്രം, മൈക്ക ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അഭ്രം, മൈക്കയ്ക്ക് 1ാം സ്ഥാനം, കൽക്കരി, ഇരുമ്പ്,
അയിര്, ഇരുമ്പയിര്, മാഗ്നീസ്. അഭ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. അഭ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളാണ്. അവയ്ക്ക് ലോകത്തിലുള്ള സ്ഥാനം അനുസരിച്ചിട്ട് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ അഭ്രം അല്ലെങ്കിൽ മൈക്കയ്ക്കാണ്, അടുത്ത കൽക്കരിക്കാണ്, ഇരുമ്പയിര്, മാംഗനീസ്. അഭ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ഒന്നാം പഞ്ചവത്സരി പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഒന്നുകൂടി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. സമത്വം എന്നുള്ളത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവം ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതിനാണ്? ആൻസർ ഡോക്ടർ വർഗീസ് കുര്യൻ. അത് ഏതാണത്? ധവള വിപ്ലവം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേതാണ്? എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി അബൗവ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അടുത്തത്, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏതാണ്? പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും. ആൻസർ ഓപ്ഷൻ സി പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി അബൗവ് ശരിയാണ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ബെഞ്ചുകൾ, പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ ഓർഡറുകൾ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. പ്രൊഹിബിഷനും ഹേബിയസ് കോർപ്പസും മാൻഡമസും നമുക്ക് പഠിച്ചിട്ടുള്ളത്, നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. കീഴ്ക്കോടതി എന്ന് കേൾക്കുമ്പോൾ പ്രൊഹിബിഷൻ എഴുതാൻ പറ്റും അല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുക എന്ന് പറയുമ്പോൾ അത് ഹേബിയസ് കോർപ്പസ് ഓർക്കാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവ് എന്താണ്? മാൻഡമസ്. ഉത്തരവ് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ മൂന്നാമത്തതാണ്, ഓപ്ഷൻ സി. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ് 19 പെടാത്തത്. ആവിഷ്കാര സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും അനുച്ഛേദം 19 ഉൾപ്പെടുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം അനുച്ഛേദം 19. ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം അനുച്ഛേദം 19 അടുത്തത്, നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. നിർദ്ദേശ തത്വങ്ങൾ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായി നോക്കാം. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം പരിപോഷിപ്പിക്കുക അല്ലെ ഉയർത്തുക. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്?
ആൻസർ ഓപ്ഷൻ എ, സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അല്ലേ? 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കും. അതിന് മുമ്പുള്ളത് ഏതാണ്? പൗരത്വമാണ്. 11 വരെയുള്ള എന്താണ്? പൗരത്വമാണ്. പൗരത്വം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? 368 അനുച്ഛേദം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 368 അനുച്ഛേദം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 12 to 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ്, അല്ലേ? 11 വരെ ഏതായിരിക്കണം? പൗരത്വം. അതിന് തൊട്ടുമുള്ള 1 to വരുന്നത് 1 to 5 എന്നൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? ആമുഖത്തിന്റെ സംഭവങ്ങളാണ്, യൂണിയൻ പ്രദേശങ്ങളുമാണ്. ഒന്ന് to 4 വരെയാണ് യൂണിയനും ഭൂപ്രദേശങ്ങളും ഇത് വരിക, അല്ലേ? അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭേദഗതി എന്ന് പറയുമ്പോഴത്തെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഭാഗം 2 പൗരത്വമാണ്. അത് 5 to 11 ഭാഗം 2 വരിക. 1 to 4 യൂണിയനും ഭൂപ്രദേശങ്ങളുമാണ്. അടുത്തൊരു 5 to 11 പൗരത്വമാണ്. മൂന്നാമത്തെ മൗലികാവകാശങ്ങൾ 12 to 35. നാലാം ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? മൗലിക കർത്തവ്യങ്ങളാണ്. അത് 51A വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2ഉം 3ഉം ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് ജയില്, മദ്യം, വാണിജ്യം എന്നിവ. ജയില്, മദ്യം, വാണിജ്യം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. കൺകൺ ലിസ്റ്റിൽ വരുന്നത് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകളാണ്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് ജയിൽ, മദ്യം, വാണിജ്യം എന്നിവയാണ്. കൺകൺ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ കൺകൺ ലിസ്റ്റിൽ. ചുവടെ ചേർക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ ഇവിടെ. അടുത്തത് ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉമാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയുണ്ട്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളുണ്ട്. അടുത്തത് കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളുണ്ട്. നെക്സ്റ്റ് വൺ, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലപ്പരപ്പ്. ഒന്നുകൂടി, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പെന്ന് പറയുന്നത്. അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം പരീത് പിള്ള. അത് കറണ്ട് നോക്കാം നമുക്ക്. നെക്സ്റ്റ്, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കിവിടെ ഇല്ല. പോക്സോ നിയമപ്രകാരം ബാലൻ എന്നാൽ
പോക്സോ ആക്ട്, പോക്സോ നിയമപ്രകാരം, അതായത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെന്താണ്, നിയമത്തിന് മുന്നിൽ അവർ കുട്ടിയാണ്. പോക്സോ ആക്ട് പ്രകാരം, ഈ ബാലനെന്ന് വേണ്ട, പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളും ആണായാലും പെണ്ണായാലും അവർ കുട്ടിയാണ്. ഓക്കെ. അതുപോലെ 2019 ഭേദഗതിയിലൂടെയാണ് പോക്സോ കേസിന് വധശിക്ഷ നടപ്പിലാക്കുന്നത്. 2019 ഭേദഗതിയിലൂടെയാണ് പോക്സോ കേസുകൾക്ക് വധശിക്ഷ പോക്സോ കേസുകളിലേക്ക്, പോക്സോ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നത്. 2019 ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അല്ലെങ്കിൽ എന്നാണ് പോക്സോ നിയമം കേരളത്തിൽ വന്ന വർഷം, പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2012 പോക്സോ നിയമം കേരളത്തിൽ വരുന്നത്. പ്രാബല്യത്തിലാകുന്നതോ 2012 നവംബർ 14 കേരളത്തിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വരുന്നതെന്നാണ്? 2012 നവംബർ 14 അല്ലേ? ആക്ട് ഓഫ് 32 2012 എന്നാണ് അറിയപ്പെടുക. പോക്സോ ആക്ട് 32 2012. പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്ന സംഭവം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, ആന്റിബോഡികളായ എ ബി എന്നിവ കാണുന്നു. ഓപ്ഷൻ സി, ആന്റിബോഡികളായ എ ബി എന്നിവ കാണുന്നു. ആന്റിബോഡി ആന്റിജനും നമുക്കറിയാം, ഏതാണോ ആന്റിജൻ എ എന്നും ആന്റിജൻ ബി എന്നുമുണ്ട് അല്ലേ? ആന്റിബോഡിയും എയും ബിയും ഇങ്ങനെ ഏതിലാണോ ആന്റിജൻ കാണുക അതിനെ ആ ഗ്രൂപ്പ് എന്ന് പറയും. എ ആന്റിജനാണ് കാണുന്നതെങ്കിൽ അത് എ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക്, എ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ എ ആയിരിക്കും ഉള്ളത്, അവരിലുള്ള ആന്റിബോഡി ബി ആയിരിക്കും. ബി ആന്റിജൻ ആണെങ്കിൽ അത് അവിടെ കാണുന്നുള്ള ബി ഗ്രൂപ്പുകാരായിരിക്കും, അത് അവരിലുള്ള ആന്റിബോഡി എ ആയിരിക്കും. അപ്പോൾ എ ബി ആണെങ്കിൽ എന്താ പറയുക? അവർക്ക് എന്ത് കാണും? എയും ബിയും ആയിരിക്കും അവിടെ, എയും ബിയും ആയിരിക്കും അവിടെ ആന്റിജൻ വരിക, അവർക്ക് ആന്റിബോഡി ഇല്ല. എ ബി ഗ്രൂപ്പുകാർക്ക് എയും ബിയും ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി അവർക്ക് രണ്ടും ഇല്ല. അപ്പോൾ O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും ഇല്ല, പകരം ആന്റിബോഡി എ ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. അതാണ് താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്താണ്? ആന്റിബോഡികളായി എയും ബിയും കാണുന്നു. അപ്പോൾ ആന്റിജൻ ഉള്ള അനുസരിച്ചിട്ടാണ് അവയ്ക്ക് ആ പേര് കൊടുക്കുക. എ ആന്റിജൻ ഉള്ളവർക്ക് എ ഗ്രൂപ്പ് എന്നും ബി ആന്റിജൻ കാണുന്നവർക്ക് ബി ഗ്രൂപ്പ് എന്നും. അപ്പോൾ എ ആന്റിജൻ ഉള്ളപ്പോൾ ആന്റിബോഡി ബി ആയിരിക്കും, ബി ആന്റിജൻ ഉള്ളപ്പോൾ ആന്റിബോഡി എ ആയിരിക്കും. എ ബി രക്തഗ്രൂപ്പുകാർക്ക് എയും ബിയും ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഇല്ല. O ഗ്രൂപ്പുകാർക്ക് എയും ബിയും ആന്റിജൻ ഇല്ല. സീറോ എന്ന് ആലോചിച്ചാൽ മതി. ആന്റിബോഡി അവർക്ക് എയും ബിയും ഉണ്ട്. ഈ സ്മോൾ ലെറ്റർ തന്നെയാണ് ആന്റിബോഡിക്ക് ഉപയോഗിക്കുക. ഓയെ പറയുന്ന പേരെന്താണ്? സാർവിക ദാതാവെന്ന് പറയുന്നു. എ ബിയെ പറയുന്ന പേര് സാർവിക സ്വീകർത്താവെന്നും പറയുന്നുണ്ട്. അടുത്തത്, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാണ്? സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് അറിയപ്പെടുക. കാരണം എന്തായിരിക്കണം? ഹരിത സസ്യങ്ങളാണെന്ന് ഉൽപ്പാദകർ എന്ന് പറയുക. പ്രകൃതിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം നിർമ്മിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നു, അത് അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകുന്നു. അങ്ങനെ അതായത് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു, ആ ആഹാരമാണ് പിന്നീട് കൈമാറ്റം ചെയ്ത് മൃഗങ്ങളിലേക്ക് പോവുക, അതാണ് പിന്നീട് നമ്മളിലേക്ക് വരെ എത്തി അങ്ങനെ പോകുക. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയാണ് ജീവമണ്ഡലം സംരക്ഷിക്കപ്പെടുക. ജീവമണ്ഡല സംരക്ഷകർ അപ്പോൾ ആരാണ്? സസ്യങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ, ഫൈലേറിൽ വിരകളാണ് ഇതിന് കാരണം. തെറ്റായ പ്രസ്താവന അല്ലേ? ഹെപ്പറ്റൈറ്റിസ് നോക്കാൻ ശരിയായ പ്രസ്താവന ഒന്ന് വായിച്ചിട്ട് ബാക്കി വരാം. ഒരു കരൾ സംബന്ധ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു, രക്തത്തിലെ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. ഇത് മൂന്ന് ഹെപ്പറ്റൈറ്റിസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
ഈ ഫൈലേറിയൽ വിരൽ എന്ന് പറയുമ്പോൾ ഏതിനെക്കുറിച്ചുള്ളത് അറിയാം? മന്ത് രോഗത്തിൻ്റെ അല്ലേ, മന്ത് രോഗത്തിൻ്റെയൊക്കെയാണെന്ത് ഫൈലേറിയൽ വിര എന്ന് പറയുന്നത്. അടുത്തത് DNA-യിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ജീൻ മാപ്പിംഗ്. DNA-യിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ, അതിൽ നമുക്ക് 23 പെയർ ക്രോമസോമുകളുണ്ട് അല്ലേ, ജീൻസ് ക്രോമസോമുകളുണ്ട്. 22 പെയർ എന്ന് പറയുമ്പോൾ ഓട്ടോസോം, ശരീരത്തിൻ്റെ ബോഡികളെ നിർണ്ണയിക്കുന്ന ക്രോമസോമുകളും 1 പെയർ നമ്മുടെ ലിംഗ ക്രോമസോമുകളുമാണ്. അപ്പോൾ ഇതിനെയൊക്കെ അതിൻ്റെ സ്ഥാനം അനുസരിച്ച് ഇങ്ങനെ ഓരോന്നും പെയറായിട്ടാണ് കാണപ്പെടുക. ക്രോമസോമുകളെല്ലാം പെയറായിട്ടാണ് കാണപ്പെടുക എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ക്രോമസോമുകളെല്ലാം ഓരോ പെയറാക്കി ഇങ്ങനെ അടുക്കി വെച്ച്, അപ്പോൾ അങ്ങനെ ആ ഓരോ പെയർ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന സാധനമാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജീൻസ് എവിടെ ഇരിക്കുന്നത് കണ്ടെത്താൻ സാധിക്കും. DNA-യിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ജീൻ മാപ്പിംഗ് എന്ന് പറയാം. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഓരോ ജീവിയിലും DNA-യിൽ വ്യത്യസ്തമുണ്ടായിരിക്കും. DNA ഘടനയും അറിയാമല്ലോ. അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും അടങ്ങിയ കണ്ടന്റാണ് ഇവിടെ കാണുക, DNA-യിൽ കാണുക. റൈബോസ് ഷുഗർ എന്ന് പറയുമ്പോൾ 5 കാർബൺ അടങ്ങിയ ഷുഗർ. അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നൈട്രജൻ ബേസുകളായ ആരൊക്കെ? അഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനും ഒക്കെ 4 എണ്ണം. ഇത് 4 അടങ്ങിയതാണ് DNA. റൈബോസ് ഷുഗർ, ഒരു റൈബോസ് ഷുഗർ, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതുപോലെ നൈട്രജൻ ബേസുകളും, ഇത് 3 കൂടി അടങ്ങിയതാണ് ആര്? DNA എന്ന് പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ ജീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോമസോം, ജീൻസ് നോക്കുക, ക്രോമസോം, ഇതിനകത്ത് ജീനുകൾ അടങ്ങിയിട്ടില്ല, പെയറായിട്ടാണ് ജീനുകൾ കാണപ്പെടുക. DNA-യിലുള്ളതാണ് ജീനുകൾ. അതിനകത്ത് ക്രോമസോംസ് എപ്പോഴും അല്ലെങ്കിൽ ജീനുകൾ എപ്പോഴും പെയറായിട്ട് അല്ലെങ്കിൽ ജോഡികളായിട്ട് കാണപ്പെടുന്നു എന്ന് പറയും. 22 ജോഡി സ്വരൂപ ക്രോമസോം എന്ന് പറഞ്ഞാൽ ഓട്ടോസോം, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ക്രോമസോം. ബാക്കി 1 പെയർ എന്ന് പറയുന്നത് 2 എണ്ണം. 1 പെയർ എന്ന് പറയുന്നത് ലിംഗ ക്രോമസോമുകൾ, ആണ് പെൺ വ്യത്യാസം കാണിക്കുന്ന ക്രോമസോമുകളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ തൊണ്ടമുള്ള, ഡിഫ്തീരിയ, തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഹൃദയാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദമൊക്കെ ജീവിതകാലത്ത് നമുക്ക് വന്നു ചേരുന്ന രോഗങ്ങളാണ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കിവിടെയില്ല. ഇവിടെ ജനിതക പശ 2 എണ്ണത്തിന്, ജീൻസിനെ അല്ലെങ്കിൽ ക്രോമസോമുകൾ അല്ലെങ്കിൽ ജീൻസിനെ ഒട്ടിക്കുക എന്ന് പറയും ജനിതക പശ. ലിഗേസ് എന്ന് പറയുമ്പോൾ 2 ക്രോമസോം തമ്മിൽ ഒട്ടിക്കുന്നതാണ് ലിഗേസ് എന്ന് പറയുന്നത്. ജനിതക പശയുള്ളത് ലിഗേസ് എന്ന് പറയുന്നത്. ലിഗേസ് എന്ന് പറയുമ്പോൾ 2 ക്രോമസോമുകൾ വന്നിട്ട് ഇവിടെ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് തമ്മിൽ കൂടിച്ചേരാൻ സഹായിക്കുന്നതാണ് ലിഗേസ്. ലിഗേസ് കൂടിച്ചേരാൻ സഹായിക്കുന്ന ലിഗമെന്റ് ആണ്. കറക്റ്റ് ആൻസർ ഇവിടെ ഇല്ല. ലിഗേസ് എൻസൈം ജനറ്റിക്സ് വരുന്നതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ഒക്കെ ഉണ്ട്. അതൊക്കെ ക്രോമസോംസ് മാപ്പിംഗ്, ജീൻ മാപ്പിങ്ങിലൊക്കെ വരുന്ന എൻസൈമുകളാണ്. ബാക്കി ലയേഴ്സും ഹൈഡ്രോലയേഴ്സും ഒക്കെ സാധാരണ എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ലിഗേസും ഒക്കെ ജനറ്റിക്സിൽ വരുന്ന എൻസൈംസ് ആണ്, അതിനകത്ത് വരുന്നതാണ്. അതിൻ്റെ ക്രോമസോം ഘടനയിൽ വരുന്ന എൻസൈംസ് ആണ്. ലിഗേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടിച്ചേരാൻ സഹായിക്കുന്നു. ക്രോമസോമുകൾ കൂടിച്ചേരെങ്കിൽ പൊട്ടിപ്പോയ 2 ക്രോമസോമിനെ കൂടിച്ചേരാൻ ജനിതക ഘടനയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഒട്ടിക്കുന്ന, കൃത്രിമമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ ആ ലിഗേസ് എൻസൈം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുക. അടുത്തത് അൾട്രാവയലറ്റ് രശ്മികളെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയായ പ്രസ്താവനയാണ്. അൾട്രാവയലറ്റ് രശ്മികൾ എന്ന് പറയുമ്പോൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു, ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കാനും അൾട്രാവയലറ്റ് രശ്മി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, 1
നമ്പർ 2 ഇത് 2 എന്ന് പറയുമ്പോൾ മനുഷ്യരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. അതിന് പകരം വൈറ്റമിൻ ഡി ആണെങ്കിൽ അത് കറക്റ്റ് ആയേനെ. മെലാനിൻ എന്ന് പറയുന്നത് എന്താണൊരു പിഗ്മെൻ്റ് ആണ്, വർണ്ണവസ്തുവാണ്. നമ്മുടെ ത്വക്കിലുള്ള വർണ്ണവസ്തുവാണെന്ത് മെലാനിൻ എന്ന് പറയുക. നിറം കൂടാനും കുറയാനും സഹായിക്കുന്ന വർണ്ണവസ്തു മെലാനിനാണ്. മെലാനിൻ എന്ന് പറയുന്നത് ത്വക്കിലുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയിലുള്ള വർണ്ണവസ്തുവാണെന്ത് മെലാനിൻ. അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നമുക്ക് കറുപ്പും വെളുപ്പുമൊക്കെ തോന്നുന്നത്. അടുത്തത് ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്ററുള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രതാ ആരം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിൻ്റെ ആക്കം എത്രയാണ്? ആൻസർ 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLVD-2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആസാദിസാറ്റ് 2. ആസാദിസാറ്റ് 2. W എന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ടങ്സ്റ്റൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏതാണ്? കാഡ്മിയം. കപട സംക്രമണ മൂലകം കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയം. അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 8 KML. അതിൽ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ. വെള്ളായപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏതാണ്? കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? വിൻസെൻ്റ് വാൻ ഗോഗ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? വിൻസെൻ്റ് വാൻ ഗോഗ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വിൻസെൻ്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. നെക്സ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ക്വസ്റ്റ്യൻ ടാഗ് ആൻസർ ഡിഡിൻ ഷീ. സുമ ബ്രോക്ക് ദി ഗ്ലാസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഡിഡിൻ ഷീ. ബ്രോക്ക് ഡിഡ് ഫോമിലാണ്, പാസ്റ്റ് ഫോമിലായതുകൊണ്ട് നോട്ടില്ല, അപ്പോൾ ഡോട്ട് ചേർത്തു. സുമയ്ക്ക് പകരം ഷീ. ഡിഡിൻ ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഡാഷ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആർ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. Pick out the correct spelling from the following options. Laziness. Option D. Answer. Pick out the most suitable word from the options given below. ശരിയായ വാക്ക് ഇവിടെ ഏതാണെന്ന് നോക്കാം. ലില്ലി ഗിവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ. ഏത് വാക്ക് ഉചിതമായി നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ഡെസ്പയർ. ലില്ലി ഗേവ് അപ്പ് ദി സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. Misty plays a dash role in the film. Dual role in the film. Antonym of dusk into the dawn. Opposite gender of Drake. Drake, duck. Ronald is coming dash an aeroplane. By. Correct the following sentence using the appropriate option. Ramesh saw a eagle in the zoo. Answer. Saw an eagle. An eagle. Next.
Change the following sentence into passive voice. Answer option B. Mini is loved by Kamala. Mini is loved by Kamala. Mini is loved by Kamala. Option B. Next stuck. മലയാളം അഗ്നി പര്യായപദം എഴുതുക. അഗ്നിയുടെ പര്യായപദം അനലൻ. ടിക്ക് വരുന്നില്ല കേട്ടോ. അഗ്നി പര്യായപദം അനലൻ. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖകന്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി ലേഖിക. നെക്സ്റ്റ് ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ എന്താകും? ആൻസർ ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ. ഓക്കെ, അങ്ങ് പോയില്ലേ? നെക്സ്റ്റ് 174 ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നിഷ്കാമമാണ്. നിഷ്കാമം മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് 1 ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ഗർഹ്യം എന്നാണ്. ശ്ലാഘ്യം ഓപ്പോസിറ്റ് ഗർഹ്യം. അടുത്തത് വാഗാർത്ഥം. വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാവുന്നു? ആൻസർ ഓപ്ഷൻ ഡി വാക്ക് പ്ലസ് അർത്ഥം. ഓപ്ഷൻ ഡി വാക്ക് പ്ലസ് അർത്ഥം. ശരിയായ വാക്യം. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ള ശരിയായ വാക്യം. അടുത്തത് പൂജക ബഹുവചനത്തിൽ ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനം നിങ്ങൾ എന്നുള്ളതാണ് പൂജക ബഹുവചനം. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹ. കന്ധരം ഇന്ത എന്നുള്ളത് കന്ധരമാവുമ്പോൾ ആൻസർ കഴുത്തെന്നാണ് അർത്ഥം. കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? ആൻസർ പ്രായോഗികം അല്ലാത്തത്. ഇത് 85 നോക്കാം. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശം നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ്? ഇതൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ ഡി. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവരാവകാശം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ശില്പികൾക്കാണ്. ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതലുള്ളത് ശില്പികൾക്ക്. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവയിൽ സമ്മർദ്ദ ഉദാഹരണമാണ്. പാരിസ്ഥിതികമാണ്.
ലക്ഷ്യം നേടിയെടുക്കുവാൻ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു, ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ആന്തരിക അഭിപ്രേരണ. So thank you for watching. See you again.